ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, അത് മീനിൻ്റെതായിക്കോട്ട്, പച്ചക്കറി വാങ്ങിക്കഴിഞ്ഞാലും മീൻ വാങ്ങിക്കഴിഞ്ഞാലും തൈര്, പാല്, അതിൻ്റെ എല്ലാ കവറുകൾ ഹരിതകർമ്മസേന വന്ന് എടുത്തു കൊണ്ടുപോകുമ്പോൾ അത് നനഞ്ഞ കവറുകൾ അവർ എടുക്കാറില്ല. അതിന് പകരം നമ്മൾ അതെല്ലാം കഴുകി ഉണക്കി കൊടുക്കണം. അതെന്ന് പറഞ്ഞാൽ വേനൽക്കാലത്താവുമ്പോൾ ബുദ്ധിമുട്ടില്ല, പക്ഷെ മഴക്കാലത്താകുമ്പോൾ വളരെ ബുദ്ധിമുട്ടല്ലേ അത് ഉണങ്ങി കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി ഒരു അടിപൊളി ട്രിക്കുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കവറും എടുക്കുക, എന്നിട്ട് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി. പാലിൻ്റെതുണ്ട്, എൻ്റെ കയ്യിലിപ്പം മീനിൻ്റെതുണ്ട്, പാലിൻ്റെ കവറ്. അപ്പം ഞാനൊരു മീനിൻ്റെ കവർ എടുത്ത് അത് നല്ലോണം കഴുകി നല്ല വൃത്തിയാക്കി. കണ്ടില്ലേ, അത് ഒരു സൈഡ് മാറ്റി വെക്കാം നമുക്ക്. അതുപോലെ വേറൊരു കവറുണ്ട് ഇതുപോലെ തന്നെ വേസ്റ്റായിട്ടുള്ളത്, അതെല്ലാം കഴുകി വെക്കുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പാലിൻ്റെതുണ്ട്, തൈരിൻ്റെതുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് ഉണക്കാൻ വേണ്ടി ഈ കവറൊന്നും നനഞ്ഞിട്ടുണ്ടാവുമല്ലോ, പുറമെ എല്ലാം ഒന്ന് നനയ്ക്കുക. നനച്ചതിന് ശേഷം അത് ഓപ്പൺ ആകുന്ന ഭാഗം താഴോട്ടേക്ക് വെക്കുക. എന്നിട്ട് അത് മെല്ലെ എടുക്കുക. നോക്കിയേ, ചുമരിലാടെ ആ ടൈലിൻ്റെ അടുത്ത് വെച്ച് കൊടുത്താൽ മതി. അത് അങ്ങ് ഒട്ടി പിടിച്ചാടെ ഇരുന്നോളും, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാ നോക്കിയേ, ഒന്ന് നനച്ചിട്ട് അതവിടെ ഓപ്പൺ ആകുന്ന ഭാഗം താഴോട്ട് വെച്ച് കൊടുത്താൽ കഴിഞ്ഞാൽ മതി. അപ്പോൾ വെള്ളമെല്ലാം അങ്ങ് ഊർന്ന് പോയിക്കോളും. ഇതാ പാലിൻ്റെ കവറ് എല്ലാം ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓപ്പൺ ആയ ഭാഗം താഴോട്ടേക്കാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമെല്ലാം താനേ ഊർന്ന് പോയിക്കോളും. ഇതാകുമ്പോൾ ഇന്നിപ്പോൾ ഉച്ചക്കാണ് ഞാനെല്ലാം കഴുകി വെക്കുന്നത്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം വൃത്തിയായി ഇട്ടുണ്ടാവും. അത് എല്ലാം പറിച്ചെടുക്കുക. ഒരു വലിയൊരു കവറിൽ ഞാൻ എടുത്ത് വെക്കലാണ്. ഹരിതകർമ്മസേന അവർ വരുന്നത് മാസത്തിലൊരിക്കലാണ് വരിക. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഇതുപോലെ എല്ലാ കവറും ഞാൻ ഉണക്കി എടുത്ത് വെക്കുകയിൽ. ഇതിപ്പോൾ നമ്മൾ പുറമേൽ ഉണക്കാൻ ഇട്ട് കഴിഞ്ഞാൽ അത് പാറിപ്പോയി, ഒരു കാറ്റെല്ലാം വരുന്ന സമയത്ത് പാറിപ്പോവും, അടുത്ത പറമ്പിലേക്കെല്ലാം ഉണ്ടാവുക. മഴക്കാലമായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഉണക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലേനു. അപ്പോൾ എൻ്റെ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ ആദ്യം കവറിൻ്റെ സൈഡ് കട്ട് ചെയ്ത് അത് ഉണക്കാൻ വെച്ച്, അത് ചിലപ്പോൾ പാറിപ്പോവും, എവിടെയെങ്കിലും പാറിപ്പോവും. അങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നെ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഐഡിയ? എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യ്, കൂട്ടത്തിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ആവശ്യം. അപ്പം നമുക്ക് ഓരോ വീഡിയോ ഇടാനുള്ള പ്രോത്സാഹനമാണിത്. അപ്പം ഓക്കെ, ബായ്. ഇനി നെക്സ്റ്റ് കാണാം.